ഒരു കാലത്ത് കേരള ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂരിനപ്പുറം മറ്റൊരു ഉത്തരമില്ലായിരുന്നു. കണ്ണൂരിൽ അത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഈ മണ്ണിലാണ്, തലശ്ശേരിയിലാണ്. സിക്സർ കുഞ്ഞിപ്പ മുതൽ സൽമാൻ നിസാർ വരെയുള്ള അതുല്യ ക്രിക്കറ്റർമാരുണ്ടാക്കിയെടുത്ത ഈ തലശ്ശേരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കടന്നു വന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി. 3C, അതായത് ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, അതിൻ്റെ ഒരു നാടായിരുന്നു തലശ്ശേരി. ഇവിടെ നിന്ന് ഈ സ്റ്റേഡിയത്തിന് പുറത്ത് പഴയ സ്റ്റേഡിയത്തിലായിരുന്നു ക്രിക്കറ്റ് വളർന്നു വന്നത്. അന്നത്തെ ബ്രിട്ടീഷിൻ്റെകാരായിരുന്ന ആൾക്കാർ അവിടുത്തെ ധോത്തി, അതായത് വസ്ത്രം തിരുമ്പുന്ന ആളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കളി ആദ്യമായി ഇന്ത്യയിൽ വന്നത്. അവിടെ എന്ന് വെച്ചാൽ അവിടെ കിണറിൽ അലക്കി ആറിയിടുന്ന ആൾക്കാരെ മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അത് ഇവിടെ ഇത് കൊണ്ടുവരികയും അതിനനുസരിച്ച് വെച്ചാൽ ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളിലും അത് എത്തുകയും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ ഈ ക്രിക്കറ്റ് കണ്ടു. പണ്ടുകാലങ്ങളിൽ കളിക്കുന്ന സമയത്ത് 7 പ്ലേയേഴ്സോളം ഒരു ടീമിലുണ്ടായിരുന്നു, കേരള ടീമിലുണ്ടായിരുന്നു. ഇന്നത്തെ അത് ഇപ്പോൾ കുറഞ്ഞിട്ടാണുള്ളത്. എങ്കിൽ കൂടി അത് കൂടുതൽ മുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജൂനിയർ ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. അപ്പോൾ KCIയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സമ്മർ ക്യാമ്പ് നടത്തിയിരുന്നു. 275 ആൾ പങ്കെടുത്തിരുന്നു കുട്ടികൾ. പിന്നെ ഇപ്പം ഡെയിലി ക്യാമ്പുണ്ട്, പിന്നെ അതേപോലെ വീക്കെൻഡ് ക്യാമ്പുണ്ട്, ശനി ഞായർ. അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളർന്നു വരാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ മലയോര മേഖലകളിൽ നമ്മൾ 2 ഇത് കണ്ടെത്തിയിട്ട് അവിടെ കുട്ടികളെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കളിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ വനിതാ ക്രിക്കറ്റിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പേര് നേടിയ അക്ഷയ നമ്മുടെ താരമാണ്. അക്ഷയുണ്ട്, സൗരഭ്യമുണ്ട്, അങ്ങനെ കുറേയധികം കുട്ടികൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രമുണ്ട് തലശ്ശേരിയിലെ ക്രിക്കറ്റിന്. ഇവിടുത്തെ ഓരോ വീട്ടിലും ഒരു ക്രിക്കറ്ററെങ്കിലും ഉണ്ടാകും. അവർക്ക് ഒരു മതമാണ് ക്രിക്കറ്റ്. ഞാനൊരു വിരാട് കോഹ്ലിൻ്റെ ഫാനാണ്. കോഹ്ലി എന്ന് പറയുമ്പോൾ കുറച്ച് അഗ്രഷൻ ഉണ്ട്, എനക്കൊരു ഇഷ്ടമുണ്ട്. ഇങ്ങനെ അഗ്രഷൻ കാണിക്കണോ, ബാറ്റർ പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് വിക്കറ്റ് കിട്ടണോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കളിക്കല്. ഇപ്പോൾ പേസർ മാത്രമാണെങ്കിൽ ഓൾറൗണ്ടറാണ്, എന്താ ബാറ്റ് ചെയ്യോ? ഓൾറൗണ്ടറാണ്. ചെയ്യും. ഇഷ്ടപ്പെട്ട പ്ലെയർ വിരാട് കോഹ്ലി ആണെന്ന് പറഞ്ഞു. ഒരു ഓൾറൗണ്ടർ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു ഓൾറൗണ്ടർ ആരായിരിക്കും? ഹാർദിക് പാണ്ഡ്യ. അഗ്രഷനാണ് അല്ലേ? I had started from like age of 4 years, and now it's coming to Kerala. It's like been 3 years coming to Talasheri. It's a new place, very hard to learn new language, like getting used to the food, to the culture. It's very hot here, but it's very here hot, heated community and all. But there in Bangalore, it's not predictable. It's like sometime in the morning it'll be cold or else hot, not predictable. How's the academy? Oh, it's good. It's very good. It's like full supportive. Really past 3 years, name called Mazharkar, he and Keshu Das, they both have been working on me a lot. I really like their coaching. I love them. Really like nice coaching they've given. Yeah. What is your playing style? How are you? Are you a left-hander or a right-hander? I'm a right-hand batsman with a leg spinner. I'm a leg spinner and later almost like opening batsman. നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 3 വിക്കറ്റുള്ള ഇൻഡോറാണ് ഉള്ളത്. പിന്നെ ഔട്ട് സൈഡിൽ പ്രാക്ടീസ് വിക്കറ്റ് 3 വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ ഇവിടെ ഒരു 275 കുട്ടികൾ ഇവിടെ സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മസർ മൊയ്തു, ഇന്ത്യൻ A ടീമിൻ്റെ കോച്ച് മസർ മൊയ്തു ആണ് നമ്മുടെ കോച്ച്. അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നമുക്കൊരു 7ഓളം കോച്ചുണ്ട് മസർ മൊയ്തുവിൻ്റെ അണ്ടറിൽ. വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി ക്രിക്കറ്റിന്റെ ഇന്നെന്ന് പറഞ്ഞാൽ അത് സൽമാൻ നിസാറും വരുൺ നായനാറും പോലുള്ള താരങ്ങളാണ്. വനിതാ ക്രിക്കറ്റിൽ അത് സൗരഭ്യയും അക്ഷയും പോലുള്ളവരാണ്. നാളത്തെ വാഗ്ദാനങ്ങളാണ് ഇന്ന് ഈ ക്യാമ്പിൽ പന്തും ബാറ്റുമായി ഇറങ്ങിയത്.